ഒരു ദേശത്ത് വീട് വെച്ച് സുഖമായിട്ട് നമുക്ക് വസിക്കണമെങ്കിൽ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, പിതൃക്കളുടെ പ്രീതി ഉണ്ടാവണം. ഒന്ന്, പരദേവതാ പ്രീതി ഉണ്ടാവണം. മറ്റൊന്ന്, നാഗങ്ങളുടെ പ്രീതി ഉണ്ടാവണം. അപ്പോൾ ഇത് മൂന്നും എന്താണെന്നാണ് അറിയേണ്ടത്. ഇതിൻ്റെ പരമസത്യമായിട്ടുള്ള വസ്തുതയാണ് ഞാൻ ഈ പറയാൻ പോണത്. ഇത് അന്ധവിശ്വാസമല്ല, ഭാരതത്തിൻ്റെ ശാസ്ത്രവിശ്വാസം. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇത് നിങ്ങൾ ഷെയർ ചെയ്യുകയും കൂടി ചെയ്യണം. വെറുതെ കേട്ടിട്ട് ഒരു ചെവി കൂടി കേട്ടിട്ട് മറ്റൊരു ചെവി കൂടി വിടുന്ന കാര്യമല്ല ഇത്. അങ്ങനെ മിണ്ടാതിരിക്കേണ്ട ഒരു വസ്തുതയല്ല ഇത്. ഇത് പറയണം. എന്താണ് പിതൃവിൻ്റെ ആ പ്രീതി? പിതൃലോകം എന്ന് പറഞ്ഞാൽ വൃക്ഷലോകമാണ്. മഹാവൃക്ഷ പ്രകൃതിയുടെ പ്രീതി ആ ഗ്രഹത്തിനുണ്ടാവണം, നമ്മൾ താമസിക്കുന്നിടത്തുണ്ടാവണം. എന്ന് വെച്ചാൽ തൊട്ടടുത്ത് മഹാവൃക്ഷ പ്രകൃതി പാടില്ല, എത്ര നല്ല വൃക്ഷമാണെങ്കിലും. എന്നാൽ തൊടികളിൽ മഹാവൃക്ഷ പ്രകൃതിയുടെ സാമീപ്യം ഉണ്ടാവണം. നമ്മളുടെ പിതൃസ്ഥാനത്ത് നമുക്ക് ജീവനാംശം തരുന്നത് ആ മഹാവൃക്ഷ പ്രകൃതിയാണ്, അതവിടെ ഉണ്ടാവണം. ഒന്ന്, അപ്പോൾ പിതൃ മനസ്സിലായില്ലേ. 2, പരദേവത. പരദേവത എന്ന് പറഞ്ഞാൽ ദുർഗാഭാവമാണ്. പരദേവത ദുർഗ എന്താണ്? ചെറിയ ചെടികളാണ് അല്ലേ? ദുർഗമമായിട്ടുള്ള ഇടങ്ങളെ സൃഷ്ടിക്കുന്നത്, ദുർഗന്ധത്തെ ഇല്ലാതാക്കുന്നത്, വസന്തത്തെ ഏകുന്നത്, നമുക്ക് ഉദ്യാനങ്ങളെ സൃഷ്ടിക്കുന്നത്, ഉദ്യോഗങ്ങളെ സൃഷ്ടിക്കുന്നത് എല്ലാം എന്താണ്? ചെടികളാണ്. രാജമല്ലി, ചെത്തി, ചെമ്പരത്തി തുടങ്ങിയ സകല ചെടികളും തേൻ ചുരത്തുന്ന ആ ചെടികളെയാണ് പറയുന്നത് എന്ത്? നമ്മുടെ വീടിന് ചുറ്റും ദ്രവ്യവിശേഷങ്ങളെ നിറയ്ക്കുന്ന, നമുക്ക് സുവിശേഷത്തെ ഏകുന്ന ആ ദുർഗാദേശത്തെയാണ് പറയുന്നത് പരദേവത. നമുക്ക് ചുറ്റും പരക്കുന്നത് എന്നർത്ഥം. സർവ്വ ചെടികളും എന്താണ്? ദുർഗാഭാവത്തിലാണ്. അപ്പോൾ മനസ്സിലായില്ലേ പരദേവത എന്താന്ന്? ഈ പ്രപഞ്ചത്തെ മാതൃലോകത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ആ പ്രതിഭാസം ചെയ്യുന്നത് ദുർഗയാണ്, ഈ ചെറിയ ചെടികളാണ്. ആ ദുർഗാദേശത്തെയാണ് പറയുന്നത് എന്ത്? പരദേവത എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലായില്ലേ? ഇനി മൂന്നാമത്തത് നാഗപ്രീതി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം? നാഗം ചരിക്കുന്ന സർവ്വജീവലോകത്തെയാണ് നാഗം എന്ന് പറയുന്നത്, പാമ്പിന് മാത്രമല്ല. ചരിക്കുന്ന പരമാത്മ ചൈതന്യമായിരിക്കുന്ന സർവ്വജീവലോകത്തെയും നാഗം എന്ന് പറയും. ആ നാഗങ്ങളെയും പ്രീതിപ്പെടുത്തണം എന്ന് വെച്ചാൽ ഉരകവർഗത്തിൽപ്പെട്ട മറ്റു വർഗത്തിൽപ്പെട്ട എല്ലാ ജീവജാലങ്ങളുടെയും ആ സംരക്ഷണം അവിടെ ഉറപ്പുവരുത്തണം. അവയിൽ നിന്ന് നമുക്കും സുരക്ഷിതമായിട്ടുള്ള ഒരു അകലവും പാലിക്കേണ്ടതുണ്ട്. പിതൃക്കളെയും പ്രീതിപ്പെടുത്തി മാറ്റി നിർത്തണം. ദുർഗയെയും നമ്മൾ പരദേവതയായി കണ്ട് ആരാധിക്കണം. സുരക്ഷയേകി നിരക്കുന്നത് പിതൃലോകം, അതായത് വൃക്ഷലോകം, ജീവനാംശമേക്കുന്ന വൃക്ഷപ്രകൃതി. രക്ഷയേകി പരക്കുന്നത് മാതൃലോകം, പരദേവതാലോകം, ചെറിയ സസ്യലോകം. ശിക്ഷയേകി ചരിക്കുന്നതും നാഗലോകം, ചരിക്കുന്ന സർവ്വജീവലോകവുമാണ് നാഗലോകം. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അത്. മനസ്സിലായോ? എങ്കിൽ മാത്രമാണ് ഈ പഞ്ചഭൂതങ്ങളായിരിക്കുന്ന നമ്മളുടെ മണ്ണ് മാധവമാകുള്ളൂ, ജലം പ്രാണതമാകുള്ളൂ, വായു ജീവനമാകുള്ളൂ, അഗ്നി ഔഷധമാകുള്ളൂ, ആകാശം മലയുമാകുള്ളൂ. അവിടെയാണ് പഞ്ചഭൂത പ്രീതിയോട് കൂടിയിട്ട് പഞ്ചേന്ദ്രിയങ്ങൾക്ക് നല്ല വിശേഷങ്ങളെ ജനിപ്പിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുന്നത്. ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു വസ്തുതയ്ക്കാണ് ഈ അന്ധവിശ്വാസത്തിന്റെ കൊടുങ്കാറ്റിപ്പെട്ട് ആടി ഉലഞ്ഞ് ജീവിതം നശിക്കുന്ന രീതിയിൽ തെണ്ടിത്തിരിഞ്ഞ് നമ്മൾ നടക്കുന്നത്. സ്പോൺസേഡ് ബൈ മുഴിക്കരോട്ട്.